സ്ത്രീകൾക്കെതിരെ ശാരീരിക ഉപദ്രവങ്ങൾ ഉണ്ടാവുമ്പോൾ പൊതുവെ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ല. ഇവർ ആ സമയത്ത് പുറത്തിറങ്ങുന്നു, വസ്ത്രധാരണം മാന്യമായി വസ്ത്രം ധരിച്ചാൽ ആരും ഉപദ്രവിക്കില്ല എന്ന് പറയാറുണ്ട്. നിർഭയ കേസിൽ തന്നെ രാത്രി 12 മണിക്ക് ആ പെൺകുട്ടി പുറത്തിറങ്ങിയത് കൊണ്ടാണ് ഇത്ര അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് എന്ന് പറയുന്നത്. പുരുഷൻ രാത്രി 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ പുറത്തിറങ്ങിയാലും അവന് പ്രശ്നമില്ല. പക്ഷേ പെണ്ണ് 10 മണിക്ക് ശേഷമോ 9 മണിക്ക് ശേഷമോ പുറത്തിറങ്ങിയാൽ അവളെ നോക്കുന്ന രീതി, അവളെ പറയുന്ന സംസാരം, അവളോട് വന്ന് അപ്രോച്ച് ചെയ്യുന്ന രീതി, ഇതൊക്കെ നമ്മൾ എത്രയൊക്കെ ചർച്ച ചെയ്താലും എന്തുകൊണ്ടാണ് സാർ പുരുഷന്റെ വിചാരം എപ്പോഴും സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവാണ്? അതിൽ ഒരു കാര്യം കൂടെ എനിക്ക് ചേർക്കാനുണ്ട്. അതിൻ്റെ ഉത്തരവാണ് നേരത്തെ പറഞ്ഞ ലൈംഗിക ദാരിദ്ര്യം. അതൊക്കെ പക്ഷെ ഇപ്പം ആൾക്കാർ വാദിക്കുന്നത് സ്ത്രീക്ക് പെട്ടെന്ന് ലൈംഗിക ഉത്തേജനം വരില്ല. പുരുഷന്റെ ഒരു ബയോളജിക്കൽ ഘടന എന്ന് പറയുന്നത് പെട്ടെന്ന് ലൈംഗികപരമായി അവർ ഉത്തേജിക്കപ്പെടും. അതായത് സ്ത്രീയുടെ ശരീരഭാഗം കാണുന്നത് അവനെ ഉത്തേജിപ്പിക്കുന്നു, അതുകൊണ്ട് സ്ത്രീ ശരീരം പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് പറയുന്നത്. അല്ലാതെ പുരുഷൻ വഴിതെറ്റുന്നതല്ല. സ്ത്രീയുടെ ഒരു ചെറിയ ശരീരഭാഗം കാണുമ്പോൾ പുരുഷനുണ്ടാകുന്ന ഉത്തേജകത്തിലൂടെ അവൻ വഴിതെറ്റി പോകുന്നതാണ്. അവിടെ ഈ സ്ത്രീക്കാണ് പ്രശ്നം. ഇതിപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ ഇതിനകത്ത് 2 രീതിയിൽ ഇതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരുടെയും ലൈംഗികത വ്യത്യസ്തമാണ്. അതങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുക വേണം. അത് നമ്മൾ പരിണാമപരമായിട്ട് ജീവിതത്തിനെ മനസ്സിലാക്കിയാലേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പം മാസത്തിലൊരു അണ്ഡം, ഒരു മുട്ട മാത്രമുള്ളവരാണ് സ്ത്രീകൾ. അത് വളരെ പ്രഷ്യസാണ്. കാരണം ഇഷ്ടം പോലെ ഇല്ല. പുരുഷൻ്റെ ബീജമോ ലക്ഷക്കണക്കിനാണ്. അപ്പോൾ ഒരു വാർഡിലല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു പുരുഷൻ മതി അല്ലേ സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാക്കാൻ. അപ്പോൾ അനാവശ്യമായി പുരുഷന്മാരുടെ ബീജം പോലെ ഉണ്ടായിപ്പോയി എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അത് നമ്മൾ അങ്ങനെ മനസ്സിലാകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉണ്ടായിരിക്കുന്ന ഒരു ലോകമാണ്. കാരണം നമ്മളീ പറയുന്ന നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഈ സമൂഹം മറ്റുള്ളവർക്ക് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട സമൂഹമാണ്. അത് ലിംഗപരമായ പ്രശ്നം മാത്രമല്ല, തട്ടായി ഉണ്ടായ സമൂഹമാണ്. കുറച്ച് പേർക്ക് സുഖകരമായി ജീവിക്കുന്നതിന് ബാക്കിയുള്ളവർ അധ്വാനിച്ച് ജീവിക്കണം എന്ന് പറയുന്ന സമൂഹമാണ് ഉണ്ടായത്. അപ്പോൾ ഒരു വിഭാഗത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിരുന്ന ഒരു സമൂഹത്തിൻ്റെ യുക്തിക്കകത്താണ് നമ്മൾ ഇന്ന് കാണുന്ന പുരുഷനും സ്ത്രീയും ഉള്ളത്. പക്ഷേ ബയോളജി അങ്ങനെയല്ല. ബയോളജി എന്ന് പറയുന്നത് ഒരു സംഘം സ്ത്രീകൾക്ക് ഒരു പുരുഷൻ അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം ഗർഭം ധരിപ്പിക്കാനുള്ള ഒരാൾ മാത്രമാണ്. സംഘത്തിനകത്ത് ഒരു സംഘം സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത സ്ത്രീയും പുരുഷന്മാരും ആയിരിക്കും കൂടെ കുട്ടികൾ. ഇങ്ങനെയാണ് ഈ സംഘങ്ങളുണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ പുരുഷന്മാരുടെ ബലം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറയുമ്പോൾ പുരുഷന്മാരുടെ ബലം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? കുടുംബം നയിക്കാൻ, അധ്വാനിക്കാൻ, ഇതൊന്നുമല്ല, തമ്മിലടിച്ച് ചാകാനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മാനിൻ്റെ എടുത്ത് നോക്കിയാൽ, കുരങ്ങിൻ്റെ എടുത്ത് നോക്കിയാൽ, കടുവായ എടുത്ത് എല്ലാം നോക്കിയാൽ പുരുഷന്മാർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് രൂപപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബീജം കൂടുതലും അണ്ടം കുറവാണ്. ഇതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ റോഡിലോട്ട് ഇറങ്ങി നിന്നാൽ, അത് 60 വയസ്സായ സ്ത്രീ ഇറങ്ങി നിന്നാലും പുരുഷന്മാർ നോക്കാൻ വരും. പക്ഷേ ഒരു പുരുഷൻ, ഞാനിപ്പോൾ ഒരുങ്ങി റോഡിലോട്ട് നിൽക്കുകയാണ്, ഞാൻ വയസ്സായിപ്പോയി, ഇനി അങ്ങനെയല്ല, യൗവനമുള്ളപ്പോൾ ഞാൻ ഇറങ്ങി നിന്നാലും കുറേ പെണ്ണുങ്ങൾ സംഘമായിട്ട് വന്ന് എന്നെ പിടിച്ചോണ്ട് പോകും. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത്. ബയോളജി ഡിഫറൻ്റ് ആണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷേ ഇത് മര്യാദയായിട്ട് പെരുമാറുന്നതിനുള്ള ലൈസൻസായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ ഭക്ഷണമില്ല. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കാണാം ഒരു കടയിൽ കുറേ വടയിരിക്കുന്നു. ഉടനെ തന്നെ നമ്മൾ പണം നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മൾ തല്ലിപ്പൊട്ടിച്ചെടുക്കും. എടുക്കത്തില്ലല്ലോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ മര്യാദകേടായിട്ട് പെരുമാറും എന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത്. അപ്പം മദ്യം കഴിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അടിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നേരെ വീട്ടിൽ വന്നിട്ടല്ലേ അടിക്കുന്നത്. അപ്പം മദ്യം കഴിച്ചിട്ടാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ, മര്യാദയായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലും അടിക്കണ്ടേ? പോലീസ് വണ്ടി വരുമ്പോൾ തന്നെ ആ റോഡിൽ നൃത്തം ചെയ്ത് അപ്പം നിർത്തും. ഇതെല്ലാം നമുക്ക് കാണാമല്ലോ. അപ്പം ഇത് മുഴുവൻ ഇത്തരത്തിലുള്ള. അപ്പോൾ പണ്ട് നമുക്ക് അതുപോലെ നമുക്ക് ഒരു വരിയും കൂടെ നോക്കാം. അങ്ങാടി തോറ്റായാൽ അമ്മയോട്. അപ്പോൾ അങ്ങാടി തോറ്റ പുരുഷനും വീട്ടിൽ വന്ന് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതിനാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഘടന കൊണ്ടാണ്
പുരുഷന്മാർ വീടിനകത്ത് ആധിപത്യപരമായി പെരുമാറുന്ന സമൂഹമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നതാണ്. ഈ സ്ഥലത്തു നിന്ന് ഈ പറയുന്ന പുരുഷന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന വിവാഹം തന്നെ ഉണ്ടാക്കിയത്. കാരണം പുരുഷന്മാർ തമ്മിലടിച്ചിട്ട് ചത്തുപോകുമ്പോൾ രാജഭരണകാലത്ത് അയാളുടെ കിങ്കരന്മാരാണ് ഈ ചത്തുപോകുന്നത്. രണ്ടുപേരെ അയാൾക്ക് ആവശ്യമുണ്ട്. ഇവരൊരു സ്ത്രീയുടെ മുകളിൽ, കാരണം ഈ അണ്ടത്തിന് വേണ്ടി അടിക്കും. അപ്പോൾ അവർ ചത്തുപോയാലും നഷ്ടമാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഒരാൾക്കൊരു സ്ത്രീയെ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായി. മറ്റേ സ്ത്രീകൾ ഇഷ്ടമുള്ള പുരുഷന്മാരോട് ഇഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടാക്കും. ഇങ്ങനെയായിരുന്നു കാരണം കുയിൽ പാട്ടുപാടി, മയില ആടി, മറ്റു കുഞ്ചിരോമമൊക്കെ കാണിച്ച് എന്തെല്ലാം തരത്തിലെ സ്ത്രീകളെ ഇണക്കാനാണ് പുരുഷന്മാർ ശ്രമിച്ചിട്ടുള്ളത്. ഒരിക്കലും ബലം ഉപയോഗിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ബലം ആവശ്യമില്ലാതെ വന്നത്. അണ്ടം പ്രഷ്യസ് ആയതുകൊണ്ട്, വളരെ റെയറായതുകൊണ്ട്, അത് മാസത്തിൽ ഒന്നേ വരുവുള്ളൂ. എല്ലാ അണ്ടവും ഫെർട്ടിലൈസ് ചെയ്യപ്പെടണമെന്നുമില്ല. അത് കാരണം കൊണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് പുരുഷന്മാർക്ക് ലൈംഗിക ബന്ധത്തിൽ 365 ദിവസവും ലൈംഗികമായ ഉത്തേജനമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷേ അതിനകത്തും ചെറിയ വേരിയേഷൻ പുരുഷനും സ്ത്രീയും തമ്മിലുണ്ട്. അപ്പോൾ അണ്ടം വരുന്ന ഒരു സ്ത്രീയുടെ ആ സമയത്ത് അവരുടെ മനസ്സിൽ രൂപപ്പെടുന്ന പോലെ അല്ലാത്ത സമയത്ത്. അതും ഇതുപോലെ റിസർച്ച് ചെയ്തിട്ടുള്ള പല സമയങ്ങളുണ്ട്. ഇപ്പം മെൻസുറേഷന് മുമ്പ് ഈ ഓവുലേഷൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ അണ്ടം വരുന്നതിന് ഒരു 5 ദിവസം മുമ്പേ, ആ അണ്ടം വന്നിട്ട് ഒരു 2 ദിവസമൊക്കെ ലൈംഗിക ബന്ധത്തിനകത്ത് കൂടുതൽ താല്പര്യം അറിയാതെ സ്ത്രീകൾക്കുണ്ടാകും. അത് അറിഞ്ഞിട്ടല്ല, ഈ അണ്ടം നമ്മളിൽ പ്രതിപ്രവർത്തിക്കുന്ന രീതി കൊണ്ടാണ്. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് കൂടുതൽ ഉന്മുഖത്വം ഉണ്ടാകുന്ന സമയമാണ്. ഇതറിയുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് എളുപ്പമാണ്. അപ്പം മറ്റുള്ള ജീവികൾക്കൊക്കെ ആണെങ്കിൽ അവർ മണങ്ങൾ ഉപയോഗിക്കും. നമുക്ക് നമ്മുടെ മൂക്ക് ഏറ്റവും മോശപ്പെട്ട ഒരു സാധനമാണ്. നമുക്ക് തീരെ ഒരു ജലദോഷം വന്നാൽ തന്നെ മണത്തിൻ്റെ കാര്യം പോക്കുക. അതുകൊണ്ട് അതൊന്നും നമുക്ക് വർക്ക് ചെയ്യും. നമ്മൾ ആകെയുള്ള ചലനവും ശരീരവും ഒക്കെ കണ്ടിട്ടാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ ശരീരചലനങ്ങളിൽ ചെറിയ വേരിയേഷൻ വരുന്നത് ഈ പുരുഷന്മാർക്ക് തിരിച്ചറിയാനുണ്ട്. അപ്പോൾ അണ്ടമുള്ള സ്ത്രീകളെ കാണുന്ന സമയത്ത് കൂടുതൽ ഉത്തേജനം ഉണ്ടാകുക, ഇതൊക്കെ സ്വാഭാവികമായുള്ളതാണ്. പക്ഷെ ഇതെല്ലാം ഞാൻ പറയുമ്പോഴും ഒരിക്കലും അവരുടെ ബലം മറ്റ് സ്ത്രീകളുടെ മുകളിൽ ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെയായിരുന്നു പുരുഷന്മാർ. പക്ഷേ അടിമ സമ്പ്രദായം ഉണ്ടായ സമൂഹം ഉണ്ടാക്കിയപ്പോഴാണ്, ഒരു കൂട്ടരെ പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കിയപ്പോഴാണ് ആദ്യമായിട്ട് പുരുഷന്മാർ അവരുടെ ബലം സ്ത്രീകളുടെ മുകളിൽ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് അടിമ സ്ത്രീകളുടെ മുകളിലാണ് അത് തുടങ്ങിയത്. അത് അവസാനം എല്ലാ സ്ത്രീകളുടെ മുകളിലും ഉപയോഗിക്കുന്നിടത്ത് എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം. ഈ വ്യത്യാസം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ഇന്നിപ്പം നമുക്ക് പരസ്പര സമ്മതത്തോടെ ബന്ധമുണ്ടാക്കണമെന്ന് പഠിപ്പിക്കുമ്പം ഉണ്ടായിരിക്കുന്ന വീടുകളോ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളോ ഒന്നും തന്നെയും ജനാധിപത്യപരമായിട്ടല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് പറ്റി, സ്വാതന്ത്ര്യമുള്ള സ്ത്രീകൾ കൂടുതൽ പുറത്തേക്ക് വരുന്ന സമയത്ത് അവരെ ഓടിച്ചിട്ട് പിടിക്കുന്ന പുരുഷന്മാരാണ് നിൽക്കുന്നത്. എല്ലാ വീട്ടിലും വളർത്തിയിരിക്കുന്ന സ്ത്രീയും പുരുഷന്മാർ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ റോഡിലിരിക്കുന്ന പുരുഷന്മാർ മുഴുവനും വീട്ടിലുള്ളവരാ. അവർ അന്യരാണെന്ന് പറയുന്നത്. ഏത് വീട്ടിൻ്റെ അന്യത? ഓരോ വീട്ടിനും അന്യതയാണെന്നേ ഉള്ളൂ. അവരവരുടെ വീട്ടിലുള്ള പുരുഷന്മാർ തന്നെയാണ് ഈ റോഡിലിരിക്കുന്നതെന്ന് മറക്കരുത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ജനാധിപത്യപരമായി പെരുമാറാൻ പഠിപ്പിക്കുന്ന സമൂഹം രൂപപ്പെടുത്താൻ നമുക്ക് കഴിയാതിരിക്കുന്നുണ്ട്. പഴയ കാലത്തെ ഈ തരത്തിൽ ഇപ്പോൾ വിശപ്പ് വന്നാൽ ഉടനെ തന്നെ നമുക്കിപ്പം ബസ്സിനകത്തിരിക്കുകയാണ്, നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി, നമ്മളവിടെ ഒഴിക്കുമോ? നമ്മൾ കാത്തിരിക്കും. അപ്പോൾ ഈ കാത്തിരിക്കാൻ പഠിക്കാതെ പെരുമാറാൻ പറ്റുമെന്ന് രാത്രികാലം, അപ്പോൾ അങ്ങനെയാണ് പകൽമാന്യന്മാരെന്ന് നമ്മൾ പറയുന്നത്, അവിടെ വരെ ആയിട്ടുള്ളൂ. അതേ സമയത്ത് ആരോടും ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ, അപ്പുറത്തിരിക്കുന്ന ആളുടെ സമ്മതപ്രകാരമേ പെരുമാറുള്ളൂ എന്നുള്ളത് പരിശീലിപ്പിച്ച് പഠിപ്പിക്കേണ്ടതാണ്. ഇത് നമുക്ക് ക്ലാസ് റൂമിൽ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ടാണ് പുറത്തിറങ്ങി നടക്കുന്ന സ്ത്രീ ആരുടേതുമല്ലാത്ത സ്ത്രീയായി മാറും. ഇങ്ങനെയാണ് പുരുഷന്മാർ അഴിഞ്ഞ് പോയ അഴിഞ്ഞാടുന്നവർ, അഴിഞ്ഞാട്ടക്കാരികൾ ഇങ്ങനെ പറയുന്ന എന്ന് പറഞ്ഞാൽ സ്വന്തമായ വ്യക്തിത്വബോധമുള്ള സ്ത്രീയായിട്ടല്ല അവരെ കാണുന്നത്. എല്ലാ സ്ത്രീകളും പുരുഷന്മാരുടെ വസ്തുക്കളായിട്ടാണ് അവർ കാണുന്നത്, അവരുടെ പൊസഷനായിട്ടാണ് കാണുന്നത്.
ഇങ്ങനെയാണ് ഈ പഴയ സമൂഹം നിൽക്കുന്നത്, വസ്തുക്കളായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ചരക്കെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു സാധനം വരുന്നുണ്ടെന്ന് പറയുന്നത്, ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ മനുഷ്യനായിട്ട് കാണുന്നില്ല. ഇനി ഞാൻ നിങ്ങളോട് തന്നെ പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങളൊരു പുരുഷൻ്റെ പടമായിരിക്കും വരയ്ക്കുന്നത്. കാരണം കുട്ടിക്കാലം തൊട്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നാണ് അർത്ഥം. അതിനകത്ത് സ്ത്രീയുടെ പടം, ഇത് സ്ത്രീയുടെ പടം നിങ്ങളെന്ത് ഇങ്ങനെ വരച്ചെന്ന് ചോദിക്കും. അല്ല, ബോഡി പാർട്സ് എന്ന് പറഞ്ഞിട്ട് ചെറിയ പുസ്തകങ്ങളിൽ പോലും ബോഡി പാർട്സ് മാർക്ക് ചെയ്യുമ്പോൾ പുരുഷ ശരീരമാണ്. അത്രേ ഉള്ളൂ. അവിടെ തന്നെ ബോഡി പാർട്സ് തന്നെ അവിടെ ഒരു നിക്കറിട്ടത്. അത് കാരണം കൊണ്ട് നമുക്ക് ഈ ലൈംഗികമായ ഉപകരണം കണ്ടിട്ടേ ഇല്ലാത്തവരായിട്ടാണ് വരുന്നത്. ഇതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ നമ്മളെ പഠിപ്പിക്കുന്ന രീതി കൊണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ തടവിലിട്ടവരുടെ നിയന്ത്രണമാണ്. സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവരായിട്ട് ആണിനെയും പെണ്ണിനെയും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കുട്ടിക്കാലം തൊട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. ക്ലാസ് റൂമിൽ ഒന്നിച്ചിരുന്ന് പഠിക്കേണ്ടതാണ്, പരസ്പരം അറിയേണ്ടതാണ്. ആ അറിഞ്ഞ് വളരുന്ന മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കാതെ നമ്മൾ ഈ വിചാരിക്കുന്ന നിലവാരത്തിൽ ആളുകളുണ്ടാകത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിരന്തരം ആക്രമിക്കാനായിട്ട് വേണ്ടി നടക്കുന്ന പുരുഷന്മാരും സംരക്ഷിക്കാനാണെന്ന് വിചാരിച്ച് അടിച്ചമർത്തുന്ന പുരുഷന്മാരേ ഉണ്ടാവുള്ളൂ. കീഴടങ്ങിയ സ്ത്രീകളെ ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യസ്ഥന്മാരായ സ്ത്രീകളെ ലോകത്തുണ്ടാകത്തുള്ളൂ. ഭാര്യമാർ, അനുയായികൾ, അണികൾ, ശിഷ്യന്മാർ, ഇങ്ങനെയാണ് നമ്മൾ പഴയ സമൂഹത്തിനകത്തെ ഈ അടിമത്ത സ്വഭാവം ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗുരുക്കന്മാരുണ്ട്, ശിഷ്യന്മാർ വേണം. ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാർ വേണം. നേതാവുണ്ട്, അനുയായി വേണം. ഇങ്ങനെ മേല് കീഴുള്ള സമൂഹത്തിനകത്തുള്ള പുരുഷന്മാരും അതിനകത്തുണ്ടായിരിക്കുന്ന സ്ത്രീകളുമേ നാട്ടിലുള്ളൂ. അവരോടാണ് നമ്മൾ പരസ്പര ബഹുമാനത്തോടെ പെരുമാറണമെന്ന് പറയുമ്പോൾ അവർക്കറിയില്ല. ഇത് പഠിക്കാതെ പറ്റത്തില്ല. ഈ റോഡിലുള്ള സയൻസ് എല്ലാം അവിടെ നമ്മളെ എഴുതി വയ്ക്കും. ആർക്കറിയാം? രാത്രിയിൽ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുണ്ടോ? ലൈറ്റ് ഡിം ചെയ്യണം, ഇത് ഒന്നും പഠിച്ചിട്ടില്ല. ഈ ലൈനുകളൊക്കെ എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇനി നമ്മൾ റോഡ് നടക്കാനായിട്ട് വരുന്നത് വണ്ടി ഓടിക്കാത്തവർ, അവർ ഈ റോഡിലാണ് വരുന്നത്. അവരെ ആരെയെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മളിത്? ഇത് പഠിക്കാതാകത്തില്ല. ഇതുപോലെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് പരസ്പര ബഹുമാനമുള്ള മനുഷ്യരെ ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കാതെ നമ്മൾ ഈ പറയുന്നതിൻ്റെ ഒരു പരിഹാരമില്ല. അവിടെയാണ് വിവേചനത്തോടെ സ്ത്രീകളെയും പുരുഷന്മാരെയും രണ്ടാമതാക്കി വയ്ക്കുന്നത്. എന്നിട്ട് സ്ത്രീകൾ രണ്ടാമതാണെന്ന് അതിനകത്ത് അധ്യാപികയ്ക്ക് വരെ അറിയാം. അത് കാരണം കൊണ്ട് പുരുഷനോട് മര്യാദയായിട്ട് അവനെ പിടിച്ച് ആ പെൺകുട്ടികളുടെ ഇടയിൽ ഇരുത്തിയിട്ട് അപമാനിക്കും. കാരണം ആ സ്ത്രീകളോട് ഇപ്പം ഞാൻ അപമാനിതനായി ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ രണ്ട് സ്ത്രീകളുടെ ഇടയിലല്ലയോ ഞാൻ ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ തമാശ എന്ന് പറയുന്നത്. രണ്ടാം തരമായ സ്ത്രീകളാണെന്ന് സ്വയം വിചാരിക്കാനും ഞാൻ ആശ്രിതത്വമുള്ള ആളാണെന്നും ഈ കവിതയൊക്കെ എഴുതുമ്പോൾ കണ്ടിട്ടില്ലേ, മരമാണ് പുരുഷൻ, സ്ത്രീകൾ വള്ളികളാണെന്നൊക്കെ, ഇങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ആശ്രിതത്വമുള്ള ദുർബലയായ, അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബലമില്ലാതിരിക്കുന്നത്? നിങ്ങൾക്ക് തമ്മിലടിക്കേണ്ട ആവശ്യമില്ലാത്തവരാണ്. കാരണം അണ്ടം പ്രഷ്യസ് ആയത് കാരണം കൊണ്ട് പുരുഷന്മാർ അടിച്ചാൽ മതി. ഇതുകൊണ്ടാണ് പുരുഷന് ബലം ഉണ്ടായത്. അല്ലാതെ പുരുഷന്മാരെ അധ്വാനിക്കാനും ബലാത്സംഗം ചെയ്യാനും അല്ല ബലം. ഇതാണ് മനസ്സിലാക്കപ്പെടാതെ വന്നത്. അപ്പം നമ്മൾ ഒരു സമയത്ത് തന്നെ ബയോളജിയിൽ ഈ വ്യത്യാസം എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മൾക്ക് അറിയേണ്ടതുണ്ട് സിവിലൈസ്ഡ് ആയിട്ട് നമ്മൾ പെരുമാറുന്നത് എവിടെയും മൂത്രം ഒഴിക്കുകയും എവിടെയും സാധനങ്ങൾ വലിച്ചെറിയുകയും കാണുന്നവരെല്ലാം ആക്രമിക്കുകയും ചെയ്യുന്നതല്ല ആധുനിക ജനാധിപത്യത്തിനകത്ത്. നിയന്ത്രിതമായി ഇത് ഉപയോഗിക്കുന്നതിനാണ്. അപ്പോൾ വേസ്റ്റ് എല്ലാ ജനലിൽ കൂടെയും പുറത്തോട്ട് എറിയുന്നതല്ല ആധുനിക ജനാധിപത്യ സമൂഹം. ബാസ്ക്കറ്റ് ഉണ്ടാക്കി അവിടെ ഇടാൻ പഠിക്കണം. അത് ഓരോന്നും വ്യത്യസ്തമായി ഇടണമെന്ന് പഠിക്കുന്ന പോലെ റോഡിനകത്ത് വണ്ടി ഓടിക്കുമ്പോൾ 50 കിലോമീറ്റർ ഓടിക്കണം എന്ന് ഞാൻ സൈൻ വെച്ചിരിക്കുന്നത് പോലെ ഓടിക്കാനും, പച്ച ലൈറ്റ് കണ്ടാൽ ഓടിക്കാമെന്നും ചുവന്ന ലൈറ്റ് കണ്ടാൽ നിർത്തണമെന്ന് പഠിക്കുന്ന പോലെ നിയന്ത്രിതമായി ജീവിക്കാൻ പഠിക്കുന്ന സാധനമാണ് ജനാധിപത്യത്തിനകത്തെ പൗരൻ. ഇത് നമുക്കുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്ന തരത്തിലുള്ള